ഒരു മുറിക്കുള്ളിലേക്ക് ചൊവ്വ ഗ്രഹത്തെയും ചന്ദ്രനെയും കൊണ്ടുവന്ന് അതിൻ്റെ പ്രത്യേകതകൾ കണ്ടുപഠിച്ചാലോ? യഥാർത്ഥ ഒരു ദിനോസറിൻ്റെ വലിപ്പത്തിലുള്ള അതിൻ്റെ ഫോസിലിനോടൊപ്പം നിന്ന് അവയെക്കുറിച്ച് പഠിച്ചാലോ? എന്നാൽ ഇതൊക്കെയും നമുക്കിപ്പോൾ സാധ്യമാണ്. എങ്ങനെയെന്നല്ലേ? ഏഷ്യയിലെ ഏറ്റവും വലിയ സയൻസ് ഫെസ്റ്റിവലായ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ഓഫ് കേരള ഇങ്ങ് തിരുവനന്തപുരത്ത് തോന്നയ്ക്കിലുള്ള ബയോ 360 ഡിഗ്രി ലൈഫ് സയൻസ് പാർക്കിൽ വെച്ച് നടക്കുകയാണ്. 25 ഏക്കറിനുള്ളിൽ കേരള സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റും കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസും ചേർന്ന് നടത്തുന്ന ആ വലിയ സയൻസ് എക്സിബിഷനിലെ എല്ലാ കാഴ്ചകളുമാണ് ഇനി നമ്മളങ്ങോട്ട് കാണുവാൻ പോകുന്നത്. ഒരു ദിവസം മുഴുവൻ ചുറ്റി നടന്ന് കാണുവാനുള്ള കാഴ്ചകളാണ് ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ സെല്ലിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അത് ഓഡിയോ എക്സ്പ്ലനേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്കിത് കേൾക്കാവുന്നതാണ്. ഇപ്പോൾ ബാക്ടീരിയൽ സെല്ലും ഹ്യൂമൻ സെല്ലും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ അറിയാം? അപ്പോൾ നമുക്ക് ഈ നിൽക്കുന്ന പുള്ളിയോട് നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറയാം. എൻ്റെ പേര് ക്രിസ് ആണ്. ഞാൻ ഛത്തീസ്ഗഡ് സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് സെൽ തിയറിനെ കുറിച്ചാണ്. സെൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് റോബർട്ട് ഹൂക്ക് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ്. ഇദ്ദേഹം സെല്ല് കണ്ടുപിടിച്ചത് അയാൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മൈക്രോഗ്രാഫിയ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിനകത്താണ്. അപ്പോൾ അത് കണ്ടുപിടിച്ചത് മൈക്രോസ്കോപ്പ് വെച്ചാണ്, മൈക്രോസ്കോപ്പിൻ്റെ മുമ്പേ ഉള്ള ലെൻസ് വെച്ച്. പിന്നെ തിയോഡർ ഷ്വാൻ, സ്ലീഡൻ, പിന്നെ വർഷോഫ്, ഈ 3 സയൻറ്റിസ്റ്റുമാരാണ് സെൽ തിയറി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം സെൽ തിയറിക്കകത്തുള്ളത് ആദ്യത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളും സെല്ല് വെച്ചാണ് നിർമ്മിതമായിരിക്കുന്നത്. രണ്ടാമത്തത് വെർച്ചോദ് എന്നതായ പോസ്റ്റുലേറ്റ് എന്ന് വെച്ചാൽ ഒരു സെല്ലിൽ നിന്ന് മാത്രമേ വേറൊരു സെല്ലിലേക്ക് പ്രൊഡക്ഷൻ നടക്കാൻ പറ്റത്തുള്ളൂ. അതിനെയാണ് ബയോജെൻസിസ് എന്ന് പറയുന്നത്. ക്ലോറോപ്ലാസ്റ്റ് ചെടികളുടെ ഉള്ളിലുള്ള ഒരു സെല്ലിൻ്റെ ഓർഗണലാണ്. ഇതിനകത്താണ് ഫോട്ടോസിന്തസിനുള്ള പ്രോസസ്സെല്ലാം നടക്കുന്നത്. പിന്നെ ഉള്ളത് മൈറ്റോകോൺട്രിയ ആണ്. മൈറ്റോകോൺട്രിയ സെല്ലിൻ്റെ പവർ ഹൗസ് എന്ന് പറയും. അതിനകത്താണ് എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പൗണ്ടിൽ നിന്ന് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റിലേക്ക് മാറും. അപ്പോഴാണ് എനർജി ബോഡിയിലോട്ട് റിലീസാവുന്നത്. മൂന്നാമത്തെ ഓർഗണലാണ് ലൈസോസോം. ഇതിനെ സുസൈഡൽ സെൽ ബാഗ് എന്നും പറയും. സെല്ലിൻ്റെ ഒരു ബാഗാണ്, സുസൈഡൽ ബാഗാണ്. ഇതിനകത്തുള്ളത് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ആണ്. അപ്പം സെല്ലിൻ്റെ അകത്ത് ഉള്ള അഴുക്കുകളെല്ലാം ലയിച്ച് കളയുന്ന ജോലി ചെയ്യുന്നതായ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഓർഗണലാണ് ലൈസോസോം. ഗോൾഗി ബോഡി ട്രാൻസ്പോർട്ടേഷനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെൽ ഓർഗണലാണ്. ഇത് കമീലിയോ ഗോൾഗി എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ മേളിലാണ് ഗോൾഗി ബോഡി എന്ന് പേര് വന്നത്. റൈബോസോം എന്ന് പറഞ്ഞത് സെല്ലിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ട്രക്ചറാണ്, ഒരു ഓർഗണലാണ്. അതിനകത്താണ് DNA mRNA ആയിട്ട് മാറി ഓരോ mRNAയുടെ തക്കവണ്ണമുള്ള പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. അപ്പം പ്രോട്ടീൻ സിന്തസിസിൻ്റെ സൈറ്റാണ്. ഇതിനെ റൈബോസോമിനെ മെഷർ ചെയ്യുന്നത് സ്വെൻഡൻബർഗ് യൂണിറ്റിലാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അത് വേറെ ഒരു ഓർഗണലാണ്. ഇതിനകത്താണ് ട്രാൻസ്പോർട്ടേഷൻ്റെ സെല്ലിൻ്റെ പ്രോട്ടീൻ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം നടക്കുന്നത് ഇതിനകത്താണ്. ഇതിനെ 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് റഫ് യൂണിറ്റ്, മറ്റേ സ്മൂത്ത് യൂണിറ്റ്. സ്മൂത്ത് യൂണിറ്റിൽ റൈബോസോം അറ്റാച്ച്ഡ് അല്ല, റഫ് യൂണിറ്റിൽ റൈബോസോം അറ്റാച്ച്ഡ് ആണ്. സെല്ലിൻ്റെ ആവോള നിയന്ത്രണം ചെയ്യുന്നതായ ഒരു ഇടമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്തും ന്യൂക്ലിയോലസ് എന്ന് പറഞ്ഞൊരു ഇടമുണ്ട്. അതാണ് DNA എല്ലാം കോയിലപ്പായി ഇരിക്കുന്നത്. അപ്പം ഒരു മനുഷ്യൻ എങ്ങനെ തലച്ചോറായിരിക്കുന്നു അതേ കണക്കാണ് ഒരു സെല്ലിന് ന്യൂക്ലിയസ് ആയിരിക്കുന്നത്. ഇതിനകത്താണ് DNA സ്ട്രക്ചർ എല്ലാം ഉള്ളത്. സെല്ലിൻ്റെ ഔട്ടർ മോസ്റ്റ് കവറിംഗ് ആണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. നമുക്ക് കാണുന്ന പോലെ സെല്ലിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും പോകുന്ന ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതായ ഒരു ലെയറാണ് ഈ സെൽ മെംബ്രെയിൻ. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള സെല്ലിൻ്റെ ഡയഗ്രാമാണ്. അത് 3D വെർഷനാണ്. താങ്ക് യു സർ. ഇത് 3D വെർഷനാണ്. എന്താ പേര് പറഞ്ഞേ? ക്രിസ്. ഛത്തീസ്ഗഡിൽ നിന്നായിട്ട് നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്. അല്ല, എൻ്റെ പേരൻസ് മലയാളിയാണ്. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് തീർത്ത.
ഇതിപ്പം നമ്മുടെ ചീക്ക് സെല്ലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇത് നമ്മളിപ്പം മൈക്രോസ്കോപ്പിൽ കൂടി നമ്മൾ നോർമലി ഒരു സെല്ല് നോക്കുമ്പോഴത്തേക്കും കൂടി നമുക്ക് അതിൻ്റെ അകത്തുള്ള ന്യൂക്ലിയസ്, മെംബ്രെയിൻ, ഫ്ലൂയിഡ്സ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ ചീക്ക് സെല്ലിനാകുമ്പോൾ നമുക്കത് അറിയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും മൈന്യൂട്ടായിരിക്കും. ഇപ്പം നമ്മളിപ്പം അവിടെ നിങ്ങൾ ഓരോ മൈക്രോസ്കോപ്പിലൊക്കെ കണ്ടില്ലേ ഓരോ കാര്യങ്ങൾ, അത് കണക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റത്തില്ല, ചീക്ക് സെല്ല് എടുക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ന്യൂക്ലിയസ് ഒക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ടൊരു സ്റ്റെയിൻ ആഡ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റെയിൻ്റെ പേരാണ് ബ്ലൂ സ്റ്റെയിൻ, അതായത് മീഥൈൽ ബ്ലൂ സ്റ്റെയിൻ. ഓക്കെ, ഈ മീഥൈൽ ബ്ലൂ സ്റ്റെയിൻ ആഡ് ചെയ്യുമ്പോഴത്തേക്കും കൂടി നമുക്ക് അതിൻ്റെ അകത്ത് ന്യൂക്ലിയസ് ഒക്കെ ബ്ലൂ കളറിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം, ഇതാണ് ന്യൂക്ലിയസ്, ഇതാണ് മെംബ്രെയിൻ, നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു മാഗ്നിഫിക്കേഷൻ വീഡിയോ ആണ് ഇത്. ഓക്കെ, ഇതിനകത്ത് ഈ ബ്ലൂ കളർ കാണുന്നതാണ് ന്യൂക്ലിയസ്. ഇതിപ്പോൾ കുറേ അധികം സെൽസ് ആണ്. അതെ അതെ, ഇതിപ്പോൾ കുറേ അധികം സെൽസ്, നേരത്തെ കണ്ടതിന് സൂം ചെയ്തതാണ് ഇത്. ഇപ്പോൾ കുറേ അധികം സെൽസ് ഉണ്ട്. ഇനി ഇതിനെ ഓരോ മാഗ്നിഫിക്കേഷൻ ചെയ്ത് അതായത് ഓരോ വട്ടം സൂം ചെയ്ത് 1500 വരെ സൂം ചെയ്യുമ്പോഴത്തേക്കും കൂടി നമുക്ക് ഒറ്റ സെല്ലാക്കി കിട്ടും. ഓക്കെ, ഇതിപ്പോൾ 2 സെല്ല്, അതിൻ്റെ അകത്ത് 2 ന്യൂക്ലിയസ്. ഓക്കെ, ഇതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. താങ്ക് യു. ഞാൻ സാന്ദ്ര. ഞാനിവിടെ പറയുന്നത് മിയോസിസിൻ്റെയും മൈറ്റോസിസിൻ്റെയും ഡിഫറൻസിനെ പറ്റിയാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ മിയോസിസിനെ പറ്റിയാണ്. മിയോസിസിൻ്റെ ഡിവിഷനായ ഡിവിഷൻ 1ഉം ഡിവിഷൻ 2 ആണ് പറയുന്നത്. മിയോസിസ് എന്താണെന്ന് നമുക്കറിയാം. മിയോസിസ് എന്ന് വെച്ചാൽ സെക്സ് സെല്ലും മൈറ്റോസിസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി സെല്ലുമാണ്. മിയോസിസിൻ്റെ ഡിവിഷൻസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. മിയോസിസിൻ്റെ എന്താ പറയുക, ക്രോമസോംസുകൾ ഡിവൈഡ് ചെയ്ത് എക്സും വൈയുമായി മാറുകയാണ് മിയോസിസ് ഡിവിഷൻ 1ൽ നടക്കുന്നത്. മിയോസിസ് ഡിവിഷൻ 2ലാണെങ്കിൽ ക്രോമസോംസുകൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് എക്സും വൈയുമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ഇപ്പോൾ ഇത് കാണിക്കുന്നത് മൗസിൻ്റെ ഫെർട്ടിലൈസേഷൻ ആണ്. ഹ്യൂമൻസിലും ഇതേപോലെയാണ് കാണിക്കുന്നത്. അത് നമ്മുടെ എന്താ പറയുന്നത്, അത് മൈറ്റോസിസ് നമ്മുടെ ബോഡി സെല്ലാണ്. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇഞ്ചറിയോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ സെല്ലാണ് എന്താ പറയുക പുതിയ സ്കിന്നുകൾക്ക് നൽകുന്നത്. ഈ സെല്ലാണ്. ഇതാണ് നമ്മുടെ ബോഡി സെല്ലെന്ന് പറയുന്നത്. ഇതിലെ ക്രോമസോംസുകളെ സ്പിൻഡിൽ ഫൈബേഴ്സ് വലിച്ചെടുക്കുകയും അതിനെ 2 ഡോട്ടർ സെല്ലാക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ആ 2 ഡോട്ടർ സെൽസിൽ വീണ്ടും അതിലെ സ്പിൻഡിൽ ഫൈബേഴ്സ് വലിച്ചെടുത്ത് വീണ്ടും 2ആയിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാണ് വീണ്ടും ചെയ്യുന്നത്. അത് മിയോസിസിൻ്റെ സ്റ്റേജുകളെ പറ്റിയാണ് അതിലും പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ മിയോസിസിൻ്റെ ഡിവിഷൻ 1ഉം ഡിവിഷൻ 2ൻ്റേതാണ് പറയുന്നത് ഇതിലും. ഈ സയൻറ്റിസ്റ്റുകളാണ് ഈ മിയോസിസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അടുത്ത്. നമ്മളപ്പോൾ ആ രണ്ടാമത്തെ പവലിയനെ കണ്ടിറങ്ങി പോവുകയാണ്. അപ്പോൾ അടുത്ത പവലിയനിലേക്ക് പോകണം. ഇത് ഹൈസ്കൂൾ തലം തൊട്ട് മുകളിലോട്ട് പഠിക്കുന്ന കുട്ടികളെ ഈ വീഡിയോ കാണാതിരിക്കരുത്. നിങ്ങളുടെ പേരൻസ് അത് കാണുന്നുണ്ടെങ്കിൽ അവരെ കാണിച്ചു കൊടുക്കുക. ഞാൻ ഓരോ ഘട്ടമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യിപ്പിച്ച് അത് വീഡിയോ എടുത്താണിത് മുന്നോട്ട് പോകുന്നത്. പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വലിയൊരു പായ്ക്കപ്പലിൻ്റെ ഒരു ഇൻസ്റ്റലേഷനാണ് കാണുന്നത്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കയറി പോകാൻ പറ്റും. അപ്പോൾ നമുക്കതൊന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാൾസ് റോബർട്ട് ഡാർവിൻ അഥവാ പരിണാമ സിദ്ധാന്തത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ചാൾസ് റോബർട്ട് ഡാർവിൻ്റെ കപ്പലിനുള്ളിലാണ്. 23ാമത്തെ വയസ്സിലാണ് ഡാർവിൻ്റെ ലൈഫിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കപ്പൽ യാത്ര പുള്ളി ചെയ്യുന്നത്. ഈ യാത്ര ചെയ്ത കപ്പലിൻ്റെ പേര് HMS ബീഗിൾ എന്നാണ്. നമ്മൾ നിൽക്കുന്ന അതിൻ്റെ റെപ്ലിക്കയ്ക്ക് ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 5 വർഷം നീണ്ട യാത്രയാണ്. ഇത് തുടങ്ങുന്നത് 1831 പ്ലിമിത്ത്, ഇംഗ്ലണ്ടിലെ വെസ്റ്റ് സൈഡിലുള്ള പ്ലിമിത്ത് എന്നുള്ള സ്ഥലത്തു നിന്നായിരുന്നു. ഈ യാത്രയിലാണ് ഡാർവിൻ ഗാലപ്പോഗോസ് ഐലൻഡ്സിൽ എത്തുന്നതും ഡാർവിൻ ഫിഞ്ചസിനെ ഒക്കെ പറ്റി പഠിക്കുന്നതും. ഈ യാത്ര അവസാനിക്കുന്നത് 1836, അതായത് 5 വർഷത്തിന് ശേഷമാണ്. ഈ ഒരു യാത്ര സിഗ്നിഫിക്കൻ്റ് ആവാൻ കാരണം ഈ ഒരു യാത്രയ്ക്ക് ശേഷമാണ് ഡാർവിൻ ഈവൻ പരിണാമ സിദ്ധാന്തം വരെ എഴുതുന്നത്. അതുകൊണ്ടാണ് ഈ കപ്പൽ യാത്രയെ സിഗ്നിഫിക്കൻ്റ്. ഈ കപ്പലിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ഓരോ എക്സിബിറ്റ്സും റൈറ്റപ്സും എന്ന് പറയുന്നത് ഈ 5 വർഷം ഡാർവിൻ കണ്ടതും പഠിച്ചതും പിന്നീട് എഴുതിയതുമായ കാര്യങ്ങളാണ്.
വൈശാഖി. വൈശാഖി. ഓക്കെ, താങ്ക് യു വൈശാഖി. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ ഇദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് കേട്ടോ ഇതിന് മുകളിൽ കയറിയത്. ഇതിന് മുകളിലേക്ക് എല്ലാവർക്കും ഇങ്ങനെ കയറാൻ പറ്റില്ല. കാര്യം ഒത്തിരി ആൾക്കാർ കയറി കഴിഞ്ഞാൽ അത് ഡാമേജ് ആവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ്. എന്താ പേര് ബ്രോയുടെ? അഭിജിത്ത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ദിനോസറിൻ്റെ ഏരിയയിലേക്കാണ്. നമുക്കിവിടെ ഒരു വലിയൊരു ദിനോസറിൻ്റെ സ്കെലിറ്റൻ കാണാം. അത് എത്രത്തോളം വലുതാണെന്ന് ഈ മോളയും ആ ദിനോസറിൻ്റെ സൈസും കൂടെ നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. സോ ഇതെന്ന് പറയുന്നത് ടീറെക്സ് എന്ന് പറയുന്ന ഡൈനോസറിൻ്റെ സ്കെലിറ്റൺ മോഡലാണ്. ഇതിൻ്റെ ആക്ച്വൽ സൈസിലാണ് ചെയ്തിരിക്കുന്നത്. ഫൈബർ, വുഡ്, പ്ലാസ്റ്റർ ഓഫ് പാരിസ്, ഇത് മൂന്നിൻ്റെയും കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്കിതിൻ്റെ ഫോസിൽ കിട്ടുന്നത് 1902 ഹെൽ ക്രീക്ക് മൊണ്ടാനയിൽ നിന്നാണ്. കറൻ്റ്ലി ഇപ്പോൾ അതിൻ്റെ ഫോസിലുള്ളതെന്ന് പറയുന്നത് വാഷിങ്ടൺ DC-യിലാണുള്ളത്. നാഷണൽ ഹിസ്റ്ററി ഓഫ് നാച്ചുറൽ മ്യൂസിയം, അവിടെയാണ് ഇപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഫോസിലും ഉള്ളത്. ന്യൂറ. ഹാവ് എ നൈസ് ഡേ. ഇപ്പോൾ ദിനോസറിൻ്റെ പവലിയനും കണ്ടു കഴിഞ്ഞ് നമ്മൾ അടുത്ത F പവലിയനകത്തേക്ക് കയറുകയാണ്. ഇവിടെ വെള്ളമൊക്കെ ഉണ്ടല്ലോ. ഇവിടെ വന്നാൽ വെള്ളം വാങ്ങാം കേട്ടോ. പകൽ വരികയാണെങ്കിൽ നല്ല ചൂടും വെയിലും ഒക്കെയാണ്. നിങ്ങൾ കഴിവതും വൈകുന്നേരം വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ പേര് അനശ്വര. ഇതിപ്പോൾ എവല്യൂഷനെ പറ്റിയുള്ളൊരു പവലിയനാണ്. എവല്യൂഷൻ മാത്രമല്ല, ഹ്യൂമൻ ഫിസിയോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പവലിയനാണ്. മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെയുള്ള ഒരുപാട് സ്പെസിമെനൊക്കെ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ ആദ്യം വരുന്നത് ഇറ്റിയോസ്റ്റെക്ക എന്ന് പറയുന്നതാണ്. ഇറ്റിയോസ്റ്റെക്ക എന്ന് പറയുന്നത് ഒരു ടെട്രാപോഡാണ്. ടെട്രാപോഡുകൾ എന്ന് പറയുമ്പോൾ 4 ലിംസ് വരുന്നവരെയാണ് ടെട്രാപോഡുകൾ എന്ന് പറയുന്നത്. ഇതിന് ആംഫിബിയൻ ക്യാരക്ടേഴ്സും ഉണ്ട്, റെപ്റ്റൈൽ ക്യാരക്ടേഴ്സും ഉണ്ട്. ആംഫിബിയൻസ് എന്ന് പറയുമ്പോൾ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവരാണ്. റെപ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ ഇഴഞ്ഞു പോകാൻ കഴിവുള്ളവരാണ്. രണ്ടിൻ്റെ ക്യാരക്ടേഴ്സും ഉണ്ട്. ഇത് ജീവിച്ചിരുന്ന കാലഘട്ടം ഡിവോണിയൻ പീരീഡ് എന്ന് പറയും. ഡിവോണിയൻ പീരീഡ് എന്ന് പറയുമ്പോൾ ഈ റൂട്ടഡ് പ്ലാന്റ്സ് ഒക്കെ തുടങ്ങുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. ഏതാണ്ട് ഒരു 370 മില്യൺ ഇയേഴ്സ് എഗോ ആണ് ഇവർ ജീവിച്ചിരുന്നത്. പിന്നെ വരുന്നത് സൈമൂറിയ എന്ന് പറയും. ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് ക്യാരക്ടേഴ്സ് വരുന്നത്. ആംഫിബിയൻ, റെപ്റ്റൈൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ടെട്രാപോഡാണ്. പിന്നെ ഇവർ ജീവിച്ചിരുന്ന കാലഘട്ടം പെർമിയൻ പീരീഡ് എന്നാണ് പറയുന്നത്. അതുപോലെ ഇവർ പെയറായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ ട്രയാങ്കുലർ ഷേപ്പിലുള്ള സ്കള്ളും ഒക്കെ ടെറസ്ട്രിയൽ ആംഫിബിയൻസിൻ്റെ പ്രത്യേകതകളിൽ വരുന്നതാണ്. പിന്നെ ഈ ബോണി ബാക്ക് ബോൺ ഉണ്ട്. അതായത് റെപ്റ്റൈൽസിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോണി ബാക്ക് ബോൺ വേണം. അങ്ങനെയാണെങ്കിൽ അതിന് നല്ല രീതിയിൽ ഇഴഞ്ഞു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ ഇതിലാണ് വരുന്നത്. പിന്നെ വരുന്നത് ആർക്കിയോപ്റ്റെറിക്സ് ആണ്. ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയുമ്പോൾ ലേറ്റ് ജുറാസിക് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നതാണ് പറക്കുന്ന ഡൈനോസേഴ്സ്. ഇതിന് റെപ്റ്റൈലിൻ്റെ ക്യാരക്ടേഴ്സും ഉണ്ട്, ബേർഡ്സിൻ്റെ ക്യാരക്ടേഴ്സും ഉണ്ട്. ബേർഡ്സിൻ്റെ ക്യാരക്ടേഴ്സ് മെയിനായിട്ട് വിങ്സിൻ്റെ പ്രസൻസ് ആണ്. അതിൽ തന്നെ ഫ്ലൈറ്റ് ഫെതേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ട്. ഫ്ലൈറ്റ് ഫെതേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷിയെ പറക്കാൻ സഹായിക്കുന്ന ഫെതേഴ്സാണ് ഫ്ലൈറ്റ് ഫെതേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രസൻസ് ഉണ്ട്. പിന്നെ വിഷ്ബോൺ ഉണ്ട്. വിഷ്ബോൺ എന്ന് പറയുന്നതും പക്ഷിയുടെ ഈ പറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതൊക്കെ ഉണ്ട് ഇതിൽ. ഇത് ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ്. ഹ്യൂമൻ ഫൂട്ടും ബാക്കിയുള്ള ഇവിടെ ഹാൻഡും ഉണ്ട്, ഫൂട്ടും ഉണ്ട്. അപ്പോൾ അത് തമ്മിലൊരു കമ്പാരിസൺ. നമ്മൾ കാലുകൾ നടക്കാൻ യൂസ് ചെയ്യുന്നു. ഈ പ്രീമേറ്റ്സ് അവരുടെ കാലുകൾ ഹോൾഡ് ചെയ്യാനും ക്ലൈംബ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നു. സോ അതുകൊണ്ട് അവരുടെ സ്ട്രക്ചർ അങ്ങനെയായി, നമ്മുടെ സ്ട്രക്ചർ ഇങ്ങനെയായി. അഡാപ്റ്റേഷൻ, എവല്യൂഷൻ എന്ന് പറയുന്ന ഐഡിയ ആണ് ഇവിടെ പറയുന്നത്. ഇതെന്ന് പറയുന്നത് മെഗാൻഡോറയാണ്. അതായത് പണ്ട് കാലത്ത് എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രാഗൺ ഫ്ലൈ ആണ്. അവരുടെ സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ നോർമൽ ഡ്രാഗൺ ഫ്ലൈനെ കാട്ടിയും 8 തൊട്ട് 10 ഇരട്ടി സൈസ് വരെ ഇവർക്കുണ്ടായി. നോർമൽ ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയുമ്പോൾ ഇത്ര സ്പാനിലേ കാണുകയുള്ളൂ. ഇതിൻ്റെ ഒരു ടൈപ്പ് ഇതിൻ്റെ ഒരു വിങ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ ഹാൻഡ് സ്പാൻ്റെ അത്രയ്ക്കുണ്ട്. നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതെന്ന് പറയുന്നത് ഡൈനോസർ ഇറക്കി വളരെ കാലം മുമ്പാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരും കാർണിവേഴ്സാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഡ്രാഗൺ ഫ്ലൈയും കാർണിവേഴ്സാണ്.
അതിലോട്ട് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതെന്ന് പറയുമ്പോൾ ബേർഡിൻ്റെ സ്കള്ളും സ്പൈനുമാണ്. ഇതിന് നമുക്ക് കാണാൻ പറ്റുമ്പോൾ ബാറ്റിൻ്റെ 4 limbs ആണ് ഇവിടെ കൊടുത്തേക്കുന്ന ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ വ്യത്യാസം, അതായത് ഇതൊന്നൊരു മാമലാണ്, ഇതെന്ന് പറയുമ്പോൾ ഒരു ബേർഡാണ്. അതിൻ്റേതായിട്ടുള്ള സ്ട്രക്ചർ ആൻഡ് മോർഫോളജിക്കൽ ഡിഫറൻസസ് നമുക്ക് നേരെ കാണാൻ വേണ്ടി പറ്റും ഇതിനകത്ത്. ഇതെന്ന് പറയുമ്പം ഹ്യൂമൻ എവല്യൂഷൻ്റെ ഒരു കാറ്റഗറിയാണ്. ഇതെന്ന് പറയുമ്പോൾ സൈലാൻഡ്രോപ്പസ് സെലൻസസ് എന്ന് പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷനിൽ നിന്നാണ് 2 ക്ലാസിഫിക്കേഷനായിട്ട് പോയത്. അത് ഒരു ക്ലാസിഫിക്കേഷന് ആർഡിപിറ്റസും രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഡൈപിറ്റസ്. അതായത് നമ്മൾ ആ ഗൊറില്ലാസിൻ്റെ കാറ്റഗറി ആയിട്ട് വരുന്നത്. ഗൊറില്ലാസിൻ്റെ കാറ്റഗറിയിലോട്ടാണ് ആ ഒരു എവല്യൂഷൻ പോയത്. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ രണ്ടാമത്തെ എവല്യൂഷൻ കാറ്റഗറിയാണ് ആർഡിപിറ്റസിലോട്ട് പോയത്. ഇതെന്ന് പറയുമ്പോൾ ഈ കാറ്റഗറിക്കകത്ത് ഹ്യൂമൻസിൻ്റെ ആദ്യത്തെ ഒരു പൂർവികരെന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് മുമ്പ് രാമപിഡക്ടസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടായിരുന്നു. ഇതിനകത്തെന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്കൾ സൈസ്, അതായത് ഹ്യൂമൻസിൻ്റെ എവല്യൂഷൻ കൺസിഡർ ചെയ്യുമ്പം സ്കൾ സൈസ് കൂടുന്നതിന് കുറയുന്നതനുസരിച്ച് അവരുടെ ഇൻ്റലക്റ്റ് കൂടുകയും കുറയുകയും ചെയ്യും. ഇപ്പോൾ ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റിയ ഇതിൻ്റെ സ്കൾ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞാണ്. ഈ കുഞ്ഞ് സൈസിന് കാരണം അവരുടെ ഇൻ്റലക്റ്റ് വളരെ കുറവാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറയുമ്പോഴാണ് ഓസ്ട്രേലിയപിഡക്ടസ് എന്ന് പറയുമ്പം ഇവർ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഒരു പ്രീഡക്ടേഴ്സാണ്, അല്ലെങ്കിൽ പൂർവ്വികരെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവരെ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഇവർ ആഫ്രിക്കയിലാണ് ആദ്യമായിട്ട് എക്സിസ്റ്റൻസ് നടന്നതെന്നാണ് പറയുന്നത്. അതായത് ഇവരുടെ ഫോസിൽ അവിടെ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്തത് ആദ്യമായിട്ട്. ഇവരുടെ കാലഘട്ടത്തിലാണ് സ്റ്റോൺ കൊണ്ടുള്ള വെപ്പൺട്രി കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയാം. ഇവരുടെ സ്കൾ സൈസ് കുറച്ചും കൂടെ കൂടുതലാണ്, അവരെ സംബന്ധിച്ച് ഇവരുടെ സ്കൾ സൈസ് കുറച്ചും കൂടെ കൂടുതലാണ്. അതുകൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ ഇൻ്റലക്റ്റ് കുറച്ചും കൂടെ കൂടുതലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതാണ് ഹോമോ ഇറക്ടസ് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻസിൻ്റെ ആദ്യമായിട്ട് 2 കാലിൽ നടന്നു തുടങ്ങിയിട്ടുള്ള സ്പീഷീസാണ് ഹോമോ ഇറക്ടസ് എന്ന് പറയുന്നത്. ഹോമോ ഇറക്ടസിൻ്റെ കേസ് വരുമ്പം ഇവരാണ് ആദ്യമായിട്ട് ഫയർ കൊണ്ടുള്ള ഓരോ ഉപയോഗങ്ങൾ കണ്ടുപിടിച്ചത്. അതായത് മീറ്റ് കുക്ക് ചെയ്യുക, അതുപോലെ തന്നെ മെറ്റൽസിൻ്റെ കാര്യങ്ങളിൽ മെറ്റൽ പോളിഷ് ചെയ്യുക, അതുപോലെ മെറ്റൽസിനെ ഷാർപ്പാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരാണ് കണ്ടുപിടിച്ചത്. ഇവരെ സ്കള് നമുക്ക് നോക്കിയാൽ കാണാം, അതിനെക്കാട്ടിയും കുറച്ചും കൂടെ ലാർജ് സ്കളാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻ്റലക്റ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഇതെന്ന് പറയുമ്പോൾ നെതാൻഡർടാൽസ് എന്ന് പറയും. അതായത് നമ്മളെ ഹ്യൂമൻസിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന് നമുക്കൊരു കസിൻസായിട്ട്, അതായത് അവരെ കസിൻസായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് നെതാൻഡർടാൽസ് എന്ന് പറയുന്നത്. ഇവരുടെ സ്കള് നമ്മളെ സ്കളിനെ കണ്ടിയും കുറച്ചും കൂടെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റലക്റ്റ് കുറച്ചും കൂടെ കൂടുതലാണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇവരാണ് ആദ്യമായിട്ട് നമ്മളെ ബെറിയൽ സിസ്റ്റം, അതായത് ഒരു ശവശരീരം കുഴിച്ചു മൂടുക, അതുപോലെ തന്നെ അവർക്ക് പൂക്കൾ അർപ്പിക്കുക, ഇതൊക്കെ ചെയ്തത് ഇവരാണ്. അതുപോലെ തന്നെ ഇവരാണ് ആദ്യമായിട്ട് ഓർണമെൻറ്റ്സ്, ക്ലോത്ത്സ്, അതുപോലത്തെ വെപ്പൺട്രി കാര്യങ്ങൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡായിട്ട് ചിന്താശേഷി ഉപയോഗിച്ചിട്ടുള്ള നെതാൻഡർടാൽസ്. ഇവർ നെതാൻഡർ വാലിൽ നിന്നാണ് കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഇവരുടെ പേര് നെതാൻഡർടാൽസ് എന്ന് വന്നത്. നിയാൻഡർതാൽസ് എന്ന് വന്നത്. ഇത് നമ്മളെ ഹ്യൂമൻസിൻ്റെ ബ്രെയിനാണ്. നമ്മളെ ഇൻ്റലക്റ്റ് എന്ന് പറയുമ്പോൾ ഇവരെ കാട്ടിയും വളരെ കുറവെന്നാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇവരുടെ സ്കളെന്ന് പറയുമ്പോൾ വലിയ സൈസാണ്. ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇവർ എക്സ്ചേഞ്ച് ആയിപ്പോയത്. നിയാൻഡർതാൽസ് എക്സ്ചേഞ്ച് ആയിപ്പോയത്. ഇവരുടെ ക്രോസിങ് ഹ്യൂമൻസിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ജീൻ മാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ജീൻസിനകത്ത് നെതാൻഡർടാൽസിന് 4 അല്ലെങ്കിൽ 5% വരെയുള്ള കണ്ടൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചില ആൾക്കാർ 5% വരെയുള്ള കണ്ടൻറ്റ്, ഇത് ഹോമോസാപ്പിയൻസ് ആണ്. ഹോമോസാപ്പിയൻസ് അതുപോലത്തെ ഒരു കണ്ടൻറ്റ്, അത് മുമ്പത്തെ കാലഘട്ടങ്ങളിൽ ഇൻ്റർബ്രീഡിങ് നടന്നുകൊണ്ടാണ് നമുക്ക് ആ ഒരു ജീനസ് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. ജീൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഹോമോസാപ്പിയൻസിനകത്ത്. ഓക്കെ, എന്താണ് പേര്? അഭിജിത്ത് എന്നാണ്. അഭിജിത്ത്. ഓക്കെ, താങ്ക് യു അഭിജിത്ത്. ഇതെന്താണ് ബ്രോ? ടൈഗറിന്റെ വിഭാഗത്തിൽപ്പെട്ടതല്ലേ? ഇത് ഈ ടൈഗേഴ്സിന് 14 വർഷത്തിനിടയ്ക്കാണ് വംശനാശം. അത് കാരണം മനുഷ്യന്റെ ഈ മനുഷ്യന്റെ കാലത്ത് ഈ പല്ലുകൾക്ക് നല്ല വിലയായിരുന്നു. അപ്പൊ ഈ പുലിയെ കൊന്ന് ഈ പല്ലുകൾ വിറ്റ് കാശുണ്ടാകും. അങ്ങനെ വംശനാശം സംഭവിക്കുകയും ഈ പല്ല് നല്ല എഡ്ജോട് പല്ലായതുകൊണ്ട് ഈ പുലി മനുഷ്യരെ ആക്രമിക്കുകയും കഴിക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ അത് കണ്ടു കഴിഞ്ഞ് ഇനി മനുഷ്യൻ എന്ന് പറയുന്ന സങ്കീർണമായ ഒരു ജീവിയിലെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പവലിയനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം.
കോസ്മിക് കലണ്ടറാണിത്. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നോക്കിക്കോളൂ. നമ്മുടെ ഹിപ്പ് ബോൺ എന്ന് പറയും. നമ്മുടെ ഹിപ്പ് ബോൺ ആണിത്. അപ്പോൾ ഹിപ്പ് ബോണിൽ നമുക്ക് ഫീമെയിൽസിന് കാണുന്ന ഒരു കർവാണിത്. ഓക്കെ, ഒരു കർവ് ഉണ്ടാവും, പക്ഷേ അത് മെയിൽസിന് നോർമലി ഉണ്ടാവാറില്ല. അതുപോലെ നമുക്ക് സ്കള്ള് വെച്ചിട്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഫീമെയിൽസിന് നോസിൻ്റെ ബോൺ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും, പക്ഷേ മെയിൽസിന് കുറച്ചുകൂടി ലെങ്ത് ഉണ്ടാവും. അതുപോലെ നമ്മുടെ ഫോർഹെഡ്, ക്രേനിയോ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ആകൃതിയിലായിരിക്കും, പക്ഷേ മെയിൽസിന് കുറച്ചുകൂടി പ്രൊജക്റ്റഡ് ആയിരിക്കും ഈ ഒരു പോർഷനൊക്കെ. ഇതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. എന്താ പേര്? ഗൗരി. ഓക്കെ, താങ്ക് യു. ബീജസങ്കലനത്തിൻ്റെ ഒരു വീഡിയോ പ്രസൻറ്റേഷനാണ്. ആദ്യം തൊട്ട് കാണാം. ഇങ്ങനെയുള്ള നമ്മുടെ മെഡിക്കൽ കോളേജിലെ അനാട്ടമി ആൻഡ് ഫിസിയോളജി സ്പെസിമെൻസ് ആണ്. അനാട്ടമി സ്പെസിമെൻസ് ആണ് ഹ്യൂമൻ ബോഡിയിലുള്ള. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് കയറുകയാണ്. ഇവിടെ പ്ലാന്റ്സിൻ്റെ ഒരു സെക്ഷനാണിത്. മറ്റൊരു പവലിയനാണ് ഏകാന്തവാസികൾ, സാമൂഹികതയും ഭാഷയും. അലാം കാൾസ്. ഇതെന്താണ് ശരിക്കും ഇവിടെ എന്താണ് ഇത്രയും ഹെഡ്സെറ്റ് വെച്ചേക്കുന്നത്? ലാംഗ്വേജ് ആണല്ലേ? ഓരോ ഹെഡ്സെറ്റിലും ഓരോ ലാംഗ്വേജ് ആണ്. അടുത്തൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അതൊരു ഗുഹ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇതാണ് ആ ഗുഹ കേട്ടോ. ഗുഹയ്ക്കകത്ത് വീണ്ടും വീണ്ടും അകത്തോട്ടൊക്കെ ഗുഹകളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒരു സ്ട്രക്ചർ ചെയ്തിട്ട് അതിൽ ചാക്ക് ചുറ്റിയാണ് ഇത് ചെയ്തേക്കുന്നത്. കാണാൻ ഒരു രസമുണ്ട്. നമ്മൾ അടുത്തൊരു പവലിയനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഗവൺമെൻറ് പ്രോജക്റ്റുകളും ഗവൺമെൻറ് സെൻറ്ററുകളുടെയൊക്കെ സ്റ്റാളുകളാണ് ഇതിനകത്തുള്ളത്. ഗവൺമെൻറ് പ്രോഗ്രാംസൊക്കെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ളൊരു പവലിയനാണ്. KSIDC ഇതാണ് കേട്ടോ ബയോ 360 ലൈഫ് സയൻസ് പാർക്ക്. ബയോ 360 ഡിഗ്രി ലൈഫ് സയൻസ് പാർക്ക് എന്ന് പറയുന്ന ആ പാർക്കിനകത്താണ് നമ്മൾ ഈ എക്സിബിഷൻ കാണുന്നത്. ഇവിടെ കുറച്ച് കുട്ടികളുടെ ശാസ്ത്ര പ്രദർശനങ്ങൾ കാണാം. നമുക്കതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളാക്കി വയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത പാർട്ടിലൂടെ നമുക്ക് വീണ്ടും കാണാം.